പെരുമ്പാവൂർ വാഴക്കുളം പഞ്ചായത്തിൽ പട്ടികജാതി കുടുംബങ്ങൾക്ക് വഴിയില്ലാത്ത സ്ഥലം നൽകി കബളിപ്പിച്ചതായി പരാതി. വഴിയില്ലാതെ പാതി വഴിയിൽ നിർമ്മാണം ഉപേക്ഷിച്ച വീടുകൾ ഇന്ന് സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമാണ്. SC/ST ഫണ്ട് ക്രമക്കേട് ആരോപിച്ച് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. ഭവന നിർമ്മാണത്തിന് ശേഷം വഴി ലഭിക്കുമെന്ന ഉറപ്പ് വിശ്വസിച്ചാണ് വാഴക്കുളം പഞ്ചായത്തിലെ 16-ാം വാർഡിലെ 5 പട്ടികജാതി കുടുംബങ്ങൾ 75,000 രൂപ വെച്ച് നൽകിയത്. ഭവന നിർമ്മാണം നടന്ന സ്ഥലത്തേക്ക് നിലവിലുള്ള വഴി ഒന്ന് കണ്ടുവരാം. ഇത്രയും സാഹസപ്പെട്ട് വേണം ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരാൾക്ക് എത്തിപ്പെടാൻ. 2005-2010 കാലത്താണ് 5 കുടുംബങ്ങൾക്കായി 17 സെന്റ് സ്ഥലം വീതിച്ചു നൽകിയത്. വഴിയില്ലാത്ത ഭൂമിയിലേക്ക് വഴിയുണ്ടെന്ന് ആധാരത്തിൽ വ്യാജമായി രേഖപ്പെടുത്തി. സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് മതിൽ കെട്ടി തിരിച്ചതോടെ വീടുകൾ കുഴിയിലായി. വഴിയില്ലാതായതോടെ വീട് നിർമ്മാണം ഉപേക്ഷിക്കപ്പെട്ടു. ആധാര ചെലവ് ഉൾപ്പെടെ ഒരു കുടുംബത്തിൽ നിന്ന് വാങ്ങിയത് 75,000 രൂപ. പാതി വഴിയിൽ ഉപേക്ഷിച്ച വീടുകൾ ഓരോന്നും ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ്. വൈകുന്നേരമായാൽ പിന്നെ ഇവിടേക്ക് കടന്നു വരാൻ കഴിയില്ല. കാട് കയറി മൂടിയ കെട്ടിടങ്ങൾ ഓരോന്നും ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ്. സംഭവത്തിൽ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KI കൃഷ്ണൻകുട്ടി പരാതി നൽകി. 15 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വിജിലൻസ് അന്വേഷണമെത്തി. 1 സെന്റിന് 5,000 രൂപ വിലയ്ക്കാണ് ഭൂമി ബ്രോക്കർമാർ വാങ്ങിച്ചത്. ഈ പട്ടികജാതി ഗുണഭോക്താവിന് കൊടുത്തേക്കുന്ന 1 സെന്റിന് 25,000 രൂപ വെച്ചാണ്. അങ്ങനെ 3 സെന്റിന് 15,000 രൂപ അവരും കൊടുത്ത് വാങ്ങിച്ചിട്ട് മറിച്ച് 75,000 രൂപ വെച്ചാണ് 50,000 രൂപ 1 സെന്റിൽ അവർക്ക് കിട്ടി. SC/ST വിഭാഗത്തിനായി വകമാറ്റുന്ന തുക എവിടെയെങ്കിലും ചിലവാക്കിയതായി കണക്കുകൾ കാണിച്ച് തട്ടിയെടുക്കുകയാണ് ഉദ്യോഗസ്ഥരും ഭൂമാഫിയയും ചെയ്യുന്നത്. പട്ടികജാതി വിഭാഗത്തിന്റെ ഉയർച്ചയ്ക്കായി ഉപയോഗിക്കേണ്ട തുക ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കാനുള്ളവയല്ല. ഈ കുറ്റകൃത്യത്തിൽ കുറ്റക്കാരായവരെ കണ്ടെത്തി അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.